കഴിഞ്ഞ ദിവസങ്ങളിലെ ലഞ്ച് ബോക്സസ് ആണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേർഡ് റൈസ്. അതുകൊണ്ട് തന്നെ കേർഡ് റൈസിൻ്റെ കൂടെ കുറച്ച് എന്തെങ്കിലും ധാന്യങ്ങളും എഗ്ഗൊക്കെ വെച്ചിട്ട് ഞാൻ ആഴ്ചക്ക് ഒരു ദിവസം കൊടുക്കാറുണ്ട്. ഇത് മുതിരയാണ്, മറ്റേ കുതിരയ്ക്ക് മാത്രമല്ല മുതിരയൊക്കെ ഇട്ടിട്ടില്ലേ. ഇത് ഭയങ്കര റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ് കേട്ടോ. കാരണം പ്രോട്ടീനും കാപ്സും കാൽസ്യവും അയണും ഫൈബറും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമൊക്കെ വെച്ചിട്ട് വേവിച്ച് അത് അരിച്ച് കളഞ്ഞ് ഉപയോഗിക്കുന്ന വിധത്തിൽ നമ്മളൊരിക്കലും ചെയ്യരുത്. കാരണം അതിൻ്റെ പോഷകഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസം രാജ്മ കറി ആൻഡ് ചപ്പാത്തി, കൂട്ടത്തിൽ നമ്മുടെ എവർഗ്രീൻ പപ്പായ. ഇന്ന് ഈ ഒരു വെജിറ്റബിൾ പലാവാണ് ഉണ്ടാക്കിയത്. എല്ലാ വെജിറ്റബിൾസൊക്കെ ചേർന്നിട്ടുള്ള ഒരു പലാവ്. ആൻഡ് കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. വളരെ സിമ്പിളുമാണ് ഇത് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ കൂട്ടത്തിൽ എപ്പോഴും എഗ്ഗ് ഉണ്ടാവാറുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു വെള്ളം ഒലിക്കുന്ന മാതിരി ഉണ്ടാവും. സോ എന്തെങ്കിലും ഒരു പരീക്ഷണം വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ പരീക്ഷണം വിജയിച്ച് കഴിഞ്ഞാൽ നല്ലത്, വിജയിച്ചില്ലെങ്കിൽ അത് കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എസ്കേപ്പ് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. കാരണം ഹസ്ബൻഡ് മലയാളി അല്ലാത്തതുകൊണ്ട് കൂട്ടത്തിൽ ക്യാരറ്റും ഇതൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ സ്റ്റൈലിഷായി. കാരണം ഈ 3 ബോക്സസ് ഉള്ളത് കാരണം അത് 3 ഫില്ല് ചെയ്താലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലഞ്ച് ബോക്സസ്. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.